രാജ്യത്തെ ഞെട്ടിച്ച മലേഗാവ് ഭീകരാക്രമണ കേസിലെ ബി.ജെ.പി. മുൻ എം.പി. പ്രഗ്യാ സിംഗ് താക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് രാജ് പുരോഹിത് അടക്കമുള്ള 7 പ്രതികളെയും പ്രത്യേക എൻ.ഐ.എ കോടതി വെറുതെ വിട്ട വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ഇന്ത്യ കേട്ടത്. സ്ഫോടനവുമായി പ്രതികളെ ബന്ധിപ്പിക്കുവാനുള്ള തെളിവുകൾ ഹാജരാക്കാൻ ആയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എല്ലാവരെയും വെറുതെ വിടുന്നത്. എൻ.ഐ.എ കോടതിയിൽ യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കാതിരിക്കുകയും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്താൽ മറ്റെന്താണ് സംഭവിക്കുക എന്ന് ചോദ്യം ന്യായമാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിച്ച് ഹിന്ദുത്വവാദികളായ പ്രതികളെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയായിരുന്നു എൻ.ഐ.എ. ഫലത്തിൽ മലേഗാവ് കേസ് വിധി രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലേഗാവിൽ 2008 സെപ്റ്റംബർ 29 സ്ഫോടനത്തിൽ 6 പേരാണ് മരിച്ചത്. തിരക്കേറിയ മാർക്കറ്റിനടുത്ത് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടന വസ്തുക്കളാണ് പൊട്ടിത്തെറിക്കുന്നത്. രാജ്യത്ത് ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ സ്ഫോടന പരമ്പരകളിലേക്ക് വെളിച്ചം വീശിയ കേസായിരുന്നു മലേഗാവ്. അതിനാൽ സ്ഫോടനം നടന്നത് മുതൽ കേസ് അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ തന്നെയുണ്ടായി. മലേഗാവിലുണ്ടായ 2ാമത്തെ സ്ഫോടനമായിരുന്നു ഇത്. 2006 സെപ്റ്റംബർ 8 ഇവിടെ ആദ്യ സ്ഫോടനം ഉണ്ടാക്കുന്നത്. ഈ സ്ഫോടനത്തിൽ 37 പേരാണ് കൊല്ലപ്പെടുന്നത്. 125-ലധികം പേർക്ക് പരിക്കുമേറ്റു. നിരവധി മുസ്ലിം യുവാക്കളെ ഈ കേസിൽ കുടുക്കി ജയിലിലടച്ചു. ഇതിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ അടുത്ത ബന്ധുക്കൾ വരെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഹേമന്ത് കർക്കറയെ ഒക്ടോബർ അവസാനത്തോടെ മുംബൈ ATSന്റെ തലവനാക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് കേസ് മാറുന്നത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്ക് RSS വിദ്യാർത്ഥി സംഘടനയായ ABVP നേതാവായിരുന്ന പ്രഗ്യാ സിംഗ് താക്കൂറിൻ്റേതായിരുന്നു. പ്രഗ്യാ സിംഗ് സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ പുരോഹിത്, RSS പ്രചാരക് സുനിൽ ജോഷി, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള ഗുജറാത്തിലെ ദാംഗിൽ ആശ്രമം നടത്തിയിരുന്ന സ്വാമി അസീമാനന്ദ തുടങ്ങിയ അഭിനവ് ഭാരത് എന്നൊരു വലിയ സംഘമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പിന്നീടുള്ള കണ്ടെത്തലുകൾ. ഹിന്ദുരാജ്യം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇതേ സംഘം മലേഗാവിലെ 2 സ്ഫോടനങ്ങളും സംജോത എക്സ്പ്രസ്, മക്ക മസ്ജിദ്, അജ്മീർ ദർഗ, ഗുജറാത്തിലെ മൊഡാസ എന്നിവിടങ്ങളിലായി വലിയൊരു സ്ഫോടന പരമ്പര തന്നെ നടത്തിയിരുന്നുവെന്നും ഈ കേസുകളിലെല്ലാം നിരപരാധികളായ മുസ്ലിങ്ങൾ ജയിലിൽ കിടക്കുന്നതായും കണ്ടെത്തി. ഈ കേസ് അന്വേഷിക്കുന്നതിനിടെയാണ് 2008 നവംബർ 26 കർക്കറെ മുംബൈ ആക്രമണത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത്. നിരവധി മുസ്ലിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണമുള്ള ഉദ്യോഗസ്ഥൻ രഘുവൻഷിയാണ് പിന്നീട് ATS തലവനായി എത്തുന്നത്. അപ്പോൾ മുതൽ കേസ് അട്ടിമറിക്കപ്പെടുകയാണ്. 2009 ഓഗസ്റ്റിൽ വിചാരണ കോടതി പ്രതികൾക്കെതിരായ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമപ്രകാരമുള്ള വകുപ്പുകൾ നീക്കിയതോടെ കേസ് പാതി ദുർബലമായി. പ്രതികൾ നടത്തിയ സംഘടിത കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇതിനിടയാക്കിയത്. 2011 NIA ഏറ്റെടുത്ത കേസ് പിന്നീട് അങ്ങോട്ട് അവ്യക്തതകൾ നിറഞ്ഞതാണ്. കോടതിയിലെത്തിയപ്പോൾ 323 സാക്ഷികളിൽ 37 പേർ കൂറുമാറി. കേസ് അട്ടിമറിക്കാൻ NIA സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാരോപിച്ച് പ്രോസിക്യൂട്ടർ രോഹിണി സല്യാൻ രാജിവെക്കുന്ന സന്ദർഭമുണ്ടായി. 17 വർഷത്തിനുള്ളിൽ 5 ജഡ്ജിമാരെ സ്ഥലം മാറ്റി. കേസിൽ മഹാരാഷ്ട്ര ATSഉം NIAയും സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമായിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ പ്രഗ്യാ സിംഗിനെ BJP ഭോപ്പാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത് ഒരു ഹിന്ദുവിന് തീവ്രവാദിയാകാൻ കഴിയില്ലെന്ന സന്ദേശം രാജ്യത്തിന് നൽകാനാണ് എന്നായിരുന്നു അന്ന് BJP അധ്യക്ഷനും തൊട്ടുപിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ പറഞ്ഞത്. മലേഗാവ് കേസ് അട്ടിമറിക്കാൻ പോകുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു അത്. മഹാരാഷ്ട്ര ATS രേഖപ്പെടുത്തിയ കുറ്റസമ്മത മൊഴികളായിരുന്നു തുടക്കത്തിൽ കേസിൻ്റെ തുറുപ്പുചീട്ട്. എന്നാൽ മഹാരാഷ്ട്ര സംഘടിത കുറ്റ നിയന്ത്രണ നിയമപ്രകാരമുള്ള വകുപ്പുകൾക്കൊപ്പമേ അത് നിലനിൽക്കുമായിരുന്നുള്ളൂ. ഈ വകുപ്പുകൾ റദ്ദാക്കിയതോടെ പ്രോസിക്യൂഷന്റെ കേസിൽ നിർണായകമായ 3 കൂട്ടുപ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്ക് തെളിവില്ലാതെയായി. അതോടെ സാക്ഷിമൊഴികൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, സാങ്കേതിക സാഹചര്യ തെളിവുകൾ തുടങ്ങി മറ്റു തെളിവുകളെ പ്രോസിക്യൂഷൻ ആശ്രയിക്കേണ്ടതുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ മനഃപൂർവ്വമുള്ള വീഴ്ച പ്രകടമായിരുന്നു. 2011 14 ഇടയിൽ NIA കേസ് അന്വേഷണം തുടരുകയും 2 അറസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടും 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ കേസ് ദുർബലമായതായി വ്യക്തമാണ്. ഒരു വർഷത്തിന് ശേഷം 2016 മെയ് മാസത്തിലാണ് NIA അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നത്.
ATS കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ കുറ്റപത്രം. കേസ് പൊളിക്കാനും ദുർബലമാക്കാനും NIA പുതിയ സാക്ഷികളെ കണ്ടെത്തി. പരിഹാസ്യ നടപടികളിലൂടെ കേസിന്റെ പ്രതികളെ NIA രക്ഷിച്ചെടുത്തു. മലേഗാവ് കേസിൽ പ്രതികൾ മാത്രമല്ല, ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ തന്നെ വിചാരണ നേരിടുന്ന സന്ദർഭമാണിത്. ഇതേ ആളുകൾ പ്രതികളായ സംജോത എക്സ്പ്രസ്, അജ്മീർ, മക്ക മസ്ജിദ് കേസുകൾ നേരത്തെ തന്നെ ഇല്ലാതായിരുന്നു. മുസ്ലിം സ്വത്വം പ്രഥമ ദൃഷ്ട്യാ തെളിവായി മാറുന്ന കാലത്ത് മലേഗാവ് കേസ് വിധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മാധ്യമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലൂടെ പ്രകോപനപരമായ ലേബലുകൾ വിൽക്കുന്ന ഈ രാജ്യത്ത് നീതി ലഭിക്കില്ലെന്ന മുസ്ലിങ്ങളുടെ ആധിയെ അത് ശക്തിപ്പെടുത്തും. ഈ കേസ് NIAയുടെ വിശ്വാസ്യതയെ മാത്രമല്ല, നീതി ഉറപ്പാക്കുക എന്ന സ്വത്വത്തെ കൂടിയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. രാജ്യം അതിൻ്റെ ആഴത്തിലുള്ള ഘടനാപരമായ പക്ഷപാതത്തിലാണ്. ഈ കേസിൽ മലേഗാവിലെ ഇരകൾ മാത്രമല്ല, ഇന്ത്യ എന്ന ആശയം കൂടിയാണ് നീതി കിട്ടാതെ അലയുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.